പുത്തൂർ എരവിമംഗലം ഷഷ്ടിക്കിടെ പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷം. 3 പോലീസുകാർക്കും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 5 പേർക്കും പരിക്കേറ്റു. സംഘർഷവുമായി ബന്ധപ്പെട്ട് 13 പേർക്കെതിരെ ഉള്ളൂർ പോലീസ് കേസെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 41ാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിപ്പിച്ചു. വോട്ടെടുപ്പ് ചൊവ്വാഴ്ച, വോട്ടെണ്ണൽ ബുധനാഴ്ച. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. ഗുരുവായൂർ ACPയോടും നഗരസഭാ സെക്രട്ടറിയോടും ഹാജരാകാൻ ലീഗൽ സർവീസ് അതോറിറ്റി നിർദ്ദേശം നൽകി. ആനയെഴുന്നള്ളിപ്പ്, വെടിക്കെട്ട് നിയന്ത്രണങ്ങൾക്കെതിരെ ജില്ലയിൽ ഉത്സവാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗങ്ങൾ നടന്നു. പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ഘോഷയാത്ര നടന്നു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. പുത്തൂർ ഇരവിമംഗലം ഷഷ്ടിക്കിടെ പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷം. 3 പോലീസുകാർക്കും നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 5 പേർക്കും പരിക്കേറ്റു. കാവടി സംഘം ക്ഷേത്രവളപ്പിൽ കയറുന്നതിനെ ചൊല്ലിയായിരുന്നു സംഘർഷം ആരംഭിച്ചത്. സംഘർഷവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിനെ തുടർന്നുണ്ടായ തർക്കം ലാത്തിചാർജിൽ കലാശിച്ചു. നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR രജിത്, പഞ്ചായത്ത് അംഗം ജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അമൽ റാം, CPM ഏരിയ കമ്മിറ്റി അംഗം രമേശ്, പോലീസുകാരായ ശ്രീകാന്ത്, ലാലു, ശ്രീജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ശ്രീജിത്തിന്റെ കൈവിരൽ പരിക്കേറ്റ 8 പേരും തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഘർഷവുമായി ബന്ധപ്പെട്ട് 2 കേസുകളിലായി 13 പേർക്കെതിരെ ഉള്ളൂർ പോലീസ് കേസെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 41ാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചു. അഡ്വക്കേറ്റ് DT വെങ്കടേശ്വരൻ കൌൺസിലർ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. BJP സ്ഥാനാർത്ഥിയായി ഗീതാറാണിയും UDF സ്ഥാനാർത്ഥിയായി PU സുരേഷ് കുമാറും LDF സ്ഥാനാർത്ഥിയായി GS സുരേഷുമാണ് മത്സരരംഗത്തുള്ളത്. ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ്, ബുധനാഴ്ച വോട്ടെണ്ണൽ നടക്കും. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് കീഴിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ACPയോടും നഗരസഭാ സെക്രട്ടറിയോടും നേരിട്ട് ഹാജരാക്കാൻ ലീഗൽ സർവീസ് അതോറിറ്റി നിർദ്ദേശം നൽകി. വ്യാപാരികളായ അജു M ജോണി, PV ഗിരീഷ്, ER ഗോപിനാഥൻ, KV ജയേഷ് എന്നിവർ ചാവക്കാട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിക്ക് നൽകിയ ഹർജിയെ തുടർന്നാണ് ഉദ്യോഗസ്ഥരോട് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചത്. ഈ മാസം 13-ാം തീയതി ഹാജരാകുവാനാണ് നിർദ്ദേശം. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തും പാലത്തിന് താഴെയുമായി നിരവധി അഭയാർത്ഥികളും സാമൂഹ്യ വിരുദ്ധരും കയ്യേറുകയും മദ്യപാന ലഹരി ഉപയോഗത്തിനുമായി ഉപയോഗിച്ചു വരികയുമാണെന്ന് വ്യാപാരികൾ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടി. പലതവണ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് വ്യാപാരികൾ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിച്ചത്. ഗുരുവായൂർ മേൽപ്പാലത്തിന് താഴെ ഫുഡ് കോർട്ടും ഓപ്പൺ ജിമ്മും നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം 1 വർഷം കഴിഞ്ഞിട്ടും നടപ്പാക്കാത്തതിനെതിരെ മഹിളാ കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ ദോശ ചുട്ട് പ്രതിഷേധിച്ചു. സൗന്ദര്യവൽക്കരണം നടത്താതെ സാമൂഹ്യ വിരുദ്ധർക്ക് താവളമൊരുക്കുകയാണ് അധികൃതർ ചെയ്യുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു. 100ഓളം ദോശ ചുട്ട് തെരുവിൽ കഴിയുന്നവർക്ക് നൽകി. പ്രതിഷേധ സമരം നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിയ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് രേണുക ശങ്കർ, ശൈലജാദേവൻ, റാബിയ ജലീൽ, ഷീൽവ ജോഷി, അനിത ശിവൻ, സൈനബ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ഘോഷയാത്ര നടത്തി. തിരുവള്ളക്കാവ് ക്ഷേത്രനട മുതൽ പെരുവനം ക്ഷേത്രനട വരെ നടന്ന ഘോഷയാത്രയിൽ പൂരപ്പങ്കാളി ക്ഷേത്ര ഭാരവാഹികൾ, പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, ഭക്തർ തുടങ്ങിയവർ പങ്കെടുത്തു. പെരുവനം ക്ഷേത്രത്തിൽ നടന്ന സമാപന യോഗം തന്ത്രിമാരായ KPC വിഷ്ണു ഭട്ടതിരിപ്പാട്, KP കൃഷ്ണൻ ഭട്ടതിരിപ്പാട് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് AA കുമാരൻ, ജനറൽ സെക്രട്ടറി CS ഭരതൻ, കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ ചെമ്പക്കര തുടങ്ങിയവർ സംസാരിച്ചു. ET നീലകണ്ഠൻ, സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് EV കൃഷ്ണൻ നമ്പൂതിരി, പൂരം സെൻട്രൽ കമ്മിറ്റി മുൻ പ്രസിഡന്റ് രാജീവ് മേനോൻ, ആറാട്ടുപുഴ പൂരം കോർഡിനേറ്റർ M രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഹൈക്കോടതി വിധി മൂലമുണ്ടായിട്ടുള്ള പൂരം പ്രതിസന്ധി പരിഹരിക്കുവാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പൂരം ആസ്വാദക സംഘത്തിന്റെ പ്രതിഷേധ കൂട്ടായ്മ നെട്ടിശ്ശേരി ക്ഷേത്ര പരിസരത്ത് സംഘടിപ്പിച്ചു. പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കുമാരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. നെട്ടിശ്ശേരി ക്ഷേത്ര ഉപദേശക സമിതി മുൻ വൈസ് പ്രസിഡന്റ് KK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി മുൻ പ്രസിഡന്റ് M രാജേന്ദ്രൻ, പൂരപ്രേമി സംഘം പ്രസിഡന്റ് ബൈജു താഴേക്കാട്ട്, നെട്ടിശ്ശേരി ക്ഷേത്ര ഉപദേശക സമിതി മുൻ സെക്രട്ടറി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.
മൈനൂർക്കാവ് താലപ്പൊലിയുടെ ആശങ്കയും അനിശ്ചിതത്വവും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സംഗമം നടത്തി. മൈനൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്ര തിരുവുത്സവ താല കമ്മിറ്റികളുടെയും ക്ഷേത്രോപദേശക സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. മൈനൂർ കൊണ്ടാഴി ദേശ കമ്മിറ്റികളും ഉപദേശക സമിതിയും തട്ടക നിവാസികളും പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തു. മൈനൂർക്കാവ് സെന്ററിൽ നടന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് അമ്പിളി പുഴയോരം അധ്യക്ഷത വഹിച്ചു. മൈനൂർ ദേശ കമ്മിറ്റി സെക്രട്ടറി വിമൽ, ദേശ കമ്മിറ്റി ഭാരവാഹികൾ, ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സാഹസിക ടൂറിസത്തിന് ഏനമാക്കൽ നെഹ്റു പാർക്ക് ഒരുങ്ങി. MLA മുരളി പെരുന്നലിയും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും സ്ഥലം സന്ദർശിച്ച് ട്രയൽ റൺ നടത്തി. കളക്ടറുടെ നിർദ്ദേശപ്രകാരം രാവിലെ 10 മുതൽ രാത്രി 8:30 വരെയായിരുന്നു പാർക്കിന്റെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ചത്. നിലവിൽ 11 മണി മുതൽ 7 മണി വരെയായിരുന്നു പ്രവർത്തന സമയം. ലഘുഭക്ഷണം ഉൾപ്പെടെ കൂടുതൽ സൌകര്യമൊരുക്കുന്നതിന് പാർക്കിലെ കഫ്റ്റീരിയ പ്രവർത്തന സജ്ജമാക്കും. സാഹസിക ടൂറിസം ജനുവരി ആദ്യവാരത്തിൽ തുടങ്ങുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തിരുവിലാമല പുനർജനി നൂഴൽ ബുധനാഴ്ച നടക്കും. വൃശ്ചികത്തിലെ വെളുത്തപക്ഷ ഏകാദശി നാളിലാണ് തിരുവിലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ പുനർജനി നൂഴൽ. ബുധനാഴ്ച പുലർച്ചെ ഈ ക്ഷേത്രത്തിൽ നിന്ന് നാമജപ ഘോഷയാത്രയോടുകൂടി മേൽശാന്തിയും ഭക്തരും കിഴക്കേ ദിക്കിലുള്ള ഗുഹാമുഖത്തേക്കെത്തി പ്രത്യേക പൂജയ്ക്ക് ശേഷമാണ് പുനർജനി നൂഴൽ ആരംഭിക്കുന്നത്. പുനർജനി നൂഴുവാനുള്ള ടോക്കൺ ചൊവ്വാഴ്ച വൈകിട്ട് 5 മുതൽ 8 വരെ തിരുവിലാമല ദേവസ്വം ഓഫീസിൽ നിന്ന് വിതരണം ചെയ്യും. പ്രായമായവരും ആരോഗ്യ പ്രശ്നമുള്ളവരും പുനർജനി നൂഴലിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് ടോക്കൺ എടുക്കാൻ വരുന്നവർ ആധാർ കാർഡിന്റെ കോപ്പി കൊണ്ടുവരണമെന്നും ദേവസ്വം ഓഫീസർ അറിയിച്ചു. മലയോര ഹൈവേ വെള്ളിക്കുളങ്ങര വെറ്റിലപ്പാറ 3ാമത്തെ റീച്ച് നിർമ്മാണത്തിന് തുടക്കമായി. ചായപ്പൻകുഴിയിൽ നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ചാത്തൻ മാസ്റ്റർ റോഡിന്റെ റീച്ച് 2ന്റെയും നിർമ്മാണോദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ചായപ്പൻകുടിയിൽ നടന്ന യോഗത്തിൽ MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷനായി. ബെന്നി ബെഹനാൻ MP, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരമഠത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അമ്പിളി സോമൻ, അശ്വതി ബിബി, KP ജെയിംസ്, ആതിര ദേവരാജൻ, KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ് എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ മലയോര ഹൈവേയുടെ 18.35 കിലോമീറ്റർ ദൂരം വരുന്ന 3ാമത്തെ റീച്ചായ വെള്ളിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കോർമല 2 ജംഗ്ഷൻ, ചായപ്പൻകുഴി ജംഗ്ഷൻ, വെറ്റിലപ്പാറ 13 ജംഗ്ഷൻ വഴി ചാലക്കുടി ആനമല റോഡിലെ വെറ്റിലപ്പാറയിൽ അവസാനിക്കുന്ന മലയോര റോഡ് നിർമ്മാണത്തിന് 107.27 കോടി രൂപയാണ് കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ചത്. എന്നാൽ നമ്മുടെ മലയോര പ്രദേശങ്ങൾ കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിലടക്കം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന പ്രദേശങ്ങളാണ്. കാർഷിക മേഖല എന്നുള്ള നിലയിൽ ഇവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തും താരദമ്പതികളായ ജയറാമിന്റെയും പാർവതിയുടെയും മകനും നടനുമായ കാളിദാസ് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ വിവാഹിതനായി. മോഡലായ തരണി കലിംഗരായരാണ് വധു. രാവിലെ 7:30 മുഹൂർത്തത്തിൽ ക്ഷേത്രത്തിന് മുന്നിലെ 1-ാം നമ്പർ മണ്ഡപത്തിലാണ് താലികെട്ട് നടന്നത്. നടൻ ജയറാം വധൂവരന്മാരുടെ കൈപിടിച്ചു നൽകി. താലികെട്ടിന് ശേഷം റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തുള്ള സ്വകാര്യ ഹോട്ടലിൽ വിവാഹ സദ്യയുമുണ്ടായിരുന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ്, നടനും MP-യുമായ സുരേഷ് ഗോപി, നടൻ സിദ്ദിഖ്, സംവിധായകരായ സത്യൻ അന്തിക്കാട്, മേജർ രവി തുടങ്ങിയവരും അടുത്ത ബന്ധുക്കളുമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത്. ഇഷ്ടതാരങ്ങളെ കാണുവാനും നിരവധി പേരാണ് എത്തിയത്. ഗുരുവായൂർ ACP KM ബിജുവിന്റെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. സിനിമാ മേഖലയിലുള്ളവർക്കായി 11-ാം തീയതി ചെന്നൈയിൽ വിവാഹ സൽക്കാരം സംഘടിപ്പിച്ചിട്ടുണ്ട്. കാളിദാസിന്റെ സഹോദരി മാളവിക ജയറാമിന്റെ വിവാഹം കഴിഞ്ഞ മെയ്യിൽ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലാണ് നടന്നത്. ഇറിയാട് പഞ്ചായത്തിലെ 9-ാം വാർഡിൽ മോഷ്ടാക്കളുടെ ശല്യം രൂക്ഷം. ഈയിടെ കാരയിൽ ലാലുവിന്റെ ഭാര്യ സുജിതയുടെ സ്വർണ്ണമാല കവർന്നിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം പുതുപ്പള്ളി പറമ്പിൽ അലി, പുന്നപ്പുള്ളി ലീല എന്നിവരുടെ വീടുകളിൽ മോഷ്ടാക്കളെന്ന് സംശയിക്കുന്നവർ എത്തി ട്രാൻസ്ഫോർമറിൽ നിന്നുള്ള വൈദ്യുതി വിതരണം തടസ്സപ്പെടുത്തുക, വാതിലിൽ തട്ടുക, അപശബ്ദമുണ്ടാക്കുക തുടങ്ങിയ പ്രവൃത്തികൾ ഇവിടങ്ങളിൽ പതിവാണ്. മുൻകാലങ്ങളിൽ മോഷ്ടാക്കളുടെ ശല്യം വർദ്ധിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നൈറ്റ് സ്ക്വാഡ് രൂപീകരിച്ച് നിരീക്ഷണം നടത്തിയിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രാത്രികാല ശല്യം ആരംഭിച്ചതോടെ നാട്ടുകാർ ആശങ്കയിലാണ്. പ്രദേശത്തുകാരുടെ സ്വൈരജീവിതം ഉറപ്പാക്കാൻ പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ ഉണ്ണി പിക്കാസോ ആവശ്യപ്പെട്ടു. എറിയാട് ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡാണിത്. ഇപ്പം ഇവിടെ ഈ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് ഈ കാരയിൽ ലാലുവിൻ്റെ ഭാര്യ സുജയുടെ 2 പവൻ്റെ
മാല മോഷണം പോയതിന് ശേഷം തൊട്ട് ദിവസങ്ങളിലായിട്ട് ഇപ്പോൾ 2 സ്ഥലത്താണ് മോഷണ ശ്രമം നടന്നേക്കുന്നത്. ഒരു സ്ഥലത്ത് ഷഹാന പുതുവള്ളി പറമ്പിലെന്ന് പറയുന്ന അവരുടെ വീട്ടിൽ കോഴി കൂണ സൗണ്ട് ഉണ്ടാക്കി ലൈറ്റ് ട്രാൻസ്ഫോമർ വഴി ലൈറ്റ് ഓഫ് ചെയ്തു. അവരുടെ മതിലും കടന്ന് ചാടി അങ്ങനെ മോഷണ ശ്രമം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ ഇപ്പോൾ ഈ വീട്ടിൽ ഒരേ കാൽപ്പാടാണ്. ഇപ്പോൾ നമ്മുടെ കാൽപ്പാടിൻ്റെ ഫോട്ടോ നമ്മുടെ ഉണ്ട്. ഒരേ തരം മോഷ്ടാവ് തന്നെയാണ് ഇതിന് ശ്രമം നടത്തിയേക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടത് ഇപ്പോൾ ACP തലത്തിലായാലും പോലീസിൻ്റെ ഉന്നത തലത്തിലൊരു അന്വേഷണം ഊർജിതമായിട്ടുണ്ടായെങ്കിൽ മാത്രമേ ഈ മോഷ്ടാവിനെ പിടിക്കപ്പെടുകയുള്ളൂ. ഇത് കുറുവാ സംഘമാണെന്ന് ഞങ്ങൾക്ക് സംശയമില്ല. കാരണം പ്രാദേശിക ഏതോ മോഷ്ടാക്കൾ അരിമ്പൂർ വാരിയംകോൾ പാടശേഖരത്തിലെ സ്ഥിരം വെള്ളക്കെട്ടിന് പരിഹാരം തേടി ബന്ധപ്പെട്ടവരുടെ സംയുക്ത യോഗം വിളിച്ചതായി മുരളി പെരുന്നെല്ലി MLA അറിയിച്ചു. വാരിയംകോൾ, വിളക്കുമാടം കോൾ പാടശേഖരങ്ങൾ സന്ദർശിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിളക്കുമാടം പടവിൽ വെള്ളം ഒഴുക്കിക്കളയുന്നതിനാവശ്യമായ മോട്ടോറുകൾ വേണമെന്ന ആവശ്യവും പരിഗണിക്കുമെന്ന് MLA പറഞ്ഞു. വാർഡംഗം K രാഗേഷ്, KL ജോസ്, PR ശക്തിധരൻ, കുറുവത്ത് പുഷ്കരൻ, KK അശോകൻ, KR സുധാകരൻ എന്നിവരും MLAയോടൊപ്പം സ്ഥലത്തെത്തിയിരുന്നു. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലപ്പള്ളി കുണ്ടായി ഇരുമ്പുപാലത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചു. ബ്രദേഴ്സ് കുണ്ടായി വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ഷീല ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പിൽ, INTUC കുണ്ടായി ഡിവിഷൻ സെക്രട്ടറി മസൂദ്, CITU കുണ്ടായി ഡിവിഷൻ സെക്രട്ടറി ശിവകുമാർ, BMS കുണ്ടായി ഡിവിഷൻ സെക്രട്ടറി ശ്യാംനാഥ്, ബ്രദേഴ്സ് കുണ്ടായി ചെയർമാൻ ബാബു കൂനാമ്പുറത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. അതിക്രൂരമായ കാലഘട്ടത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും പടുത്തുയർത്തിയ ഒട്ടേറെ അതിക്രൂരമായ കാലഘട്ടത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിലെ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 1ാം സ്ഥാനം ഇബ്രാഹിം പഴവൂരിന് ലഭിച്ചു. എരുമപ്പെട്ടി പ്രസ് ക്ലബ് അംഗമായ ഇബ്രാഹിം CCTV, TCV എരുമപ്പെട്ടി ബ്യൂറോ ക്യാമറാമാൻ കൂടിയാണ്. സമാപന സമ്മേളനത്തിൽ MLAമാരായ ET ടൈസൺ, AC മൊയ്തീൻ എന്നിവർ ചേർന്ന് ഉപഹാരം കൈമാറി. തയ്യൽ തൊഴിലാളികൾക്ക് ESI അനുവദിക്കണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മമ്മിയൂർ യൂണിറ്റ് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തൊഴിലാളികളുടെ ക്ഷേമനിധി പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നും സമ്മേളനത്തിൽ ആവശ്യമുയർന്നു. ഗുരുവായൂരിൽ നടന്ന സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം ലിജി നിധിൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KM സരസ്വതി അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ഷൈമ രവീന്ദ്രൻ, യൂണിറ്റ് സെക്രട്ടറി സുധ രവീന്ദ്രൻ, AP രാജു, ഷീജ സുധാകരൻ, വിജയ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ മാനസിക ഉല്ലാസത്തിനും ആനന്ദത്തിനും വിനോദത്തിനും വേണ്ടി അത്യാധുനിക സൗകര്യങ്ങളോടും സുരക്ഷയോടും കൂടിയ ബോട്ട് ക്ലബ്ബ് തുറന്നുകൊടുത്തു. പഴയ കലാമണ്ഡലം നിള ക്യാമ്പസിന് സമീപത്തുള്ള നിള ബോട്ട് ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് ഭാരതപ്പുഴയിൽ തോണിയിറക്കിയത്. കഥകളി പ്രതിമാനാച്ഛാദനവും കയാക്കിംഗ് ക്ലബ്ബ് സവാരിക്കായുള്ള വഞ്ചിയുടെയും ഉദ്ഘാടനം K രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. വള്ളത്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് ഖാദർ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം ഹൈമാവതി വള്ളത്തോൾ നഗർ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA യൂസഫ്, CPM നേതാവ് KK മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ആ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ കൊണ്ട് മാത്രം നമ്മൾ തൃപ്തിപ്പെടാൻ വേണ്ടി പോകുന്നില്ല. ഒരു കൾച്ചറൽ യൂണിവേഴ്സിറ്റി ആയിട്ട് തന്നെ CPM കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം സമാപിച്ചു. എറിയാട് ചന്തയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചേരമാൻ മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KR ജയത്രൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PK ഡേവിസ്, PK ചന്ദ്രശേഖരൻ, ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ്, ഏരിയ സെക്രട്ടറി KM മുസ്താഖ് അലി, സ്വാഗത സംഘം ചെയർമാൻ KP രാജൻ, ട്രഷറർ KA ഹഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു. വർഗീയവാദികൾക്ക് വിടുപടി ചെയ്യുമ്പോൾ വർഗീയവാദികൾ തുലയട്ടെ, സോഷ്യലിസം പുലരട്ടെ. നൈമിഷാരണ്യം സഭാ നികേതനിൽ നടക്കുന്ന 23ാമത് പരമതത്വ സമീക്ഷാ സത്രത്തിന്റെ ധ്വജസ്തംഭ സ്ഥാപനം ഹിന്ദ് നവോത്ഥാന പ്രതിഷ്ഠാൻ അഖിലേന്ത്യാ അധ്യക്ഷൻ സ്വാമി ഭൂമാനന്ദ തീർത്ഥ നിർവഹിച്ചു. തുടർന്ന് നടന്ന സത്സംഗവും ധർമ്മസേവക സംഗമവും സ്വാമി ഭൂമാനന്ദ തീർത്ഥ ഉദ്ഘാടനം ചെയ്തു. വ്യാസ തപോവനം അധ്യക്ഷൻ പ്രൊഫസർ സാധു പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ബ്രഹ്മർഷി ദേവപാലൻ, സ്വാമിനി മാ ഗുരുപ്രിയ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. I വിജയകുമാർ, AK ഗോവിന്ദൻ, രമേശ് കേച്ചേരി, T പുരുഷോത്തമൻ, ബാബുരാജ് കേച്ചേരി എന്നിവർ സംസാരിച്ചു. സത്ര വിളംബര രഥയാത്രകൾക്ക് ഈ മാസം 16-ാം തീയതി ഗുരുവായൂരിൽ നിന്ന് തുടക്കമാകും.
പവർട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ കുടുംബസംഗമം വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് AJ വർഗീസ് അധ്യക്ഷത വഹിച്ചു. NR വിനോദ് കുമാർ, CL റാഫേൽ, EV വിനോദ്, PI റാഫേൽ, സിജിൽ വർഗീസ്, ലിസാപോൾ തുടങ്ങിയവർ സംസാരിച്ചു. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിനെതിരെ തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി. അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് K. കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KG പോൾസൺ അധ്യക്ഷനായിരുന്നു. MV ജോസ്, BK രഘുനാഥൻ, A. സതീശൻ, PD റോയ് തുടങ്ങിയവർ സംസാരിച്ചു. വെങ്ങനല്ലൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ജനുവരി 1 മുതൽ 8 വരെ വിപുലമായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സെക്രട്ടറി രാമകൃഷ്ണൻ പരുത്തിക്കാട്ട്, ട്രഷറർ രാധാകൃഷ്ണൻ പറങ്ങോടത്ത്, മേൽശാന്തി വിജയൻ, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ദേശവിളക്ക് മഹോത്സവത്തിന്റെ നോട്ടീസിന്റെ പ്രകാശനം ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് ഡോക്ടർ ഉണ്ണികൃഷ്ണന് കൈമാറി നിർവഹിച്ചു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ അവയവദാനത്തിലൂടെ സുമേഷ് എന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിന് വെളിച്ചമായ ഷൈജു സൈറാമിനെ അനുമോദിച്ചു. ഷൈജു സൈറാമിനെയും ഭാര്യ സനിതയെയും നെഹ്റു സ്റ്റഡി സെന്റർ ചെയർമാൻ ആന്റോ തൊറയൻ വസതിയിലെത്തിയാണ് ഉപഹാരം നൽകി ആദരിച്ചത്. കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, മുൻ പഞ്ചായത്ത് മെമ്പർ പരമേശ്വരൻ, നിസാർ കുമ്മംകണ്ടത്ത് എന്നിവർ സംസാരിച്ചു. ചാഴൂർ സെന്റ് മേരീസ് ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ബിജു പാണേങ്ങാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ സിജു കാട്ടുകാരൻ നേർച്ചയൂട്ട് ആശീർവദിച്ചു. ജനറൽ കൺവീനർ സൈമൺ വാഴപ്പള്ളി, ജോയിന്റ് കൺവീനർ നിവിൻ പുത്തൂർ, കൈക്കാരന്മാരായ ലിൻഡോ കൈമഠം, പോൾ ചാലിശ്ശേരി, ജീസൻ തട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ഉത്രാളിക്കാവ് പൂരം മെങ്കക്കാട് ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ നടന്നു. PK കൃഷ്ണദാസ് പ്രകാശനം നിർവഹിച്ചു. ചലച്ചിത്ര താരം അനീഷ് ഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. പൂരം ചീഫ് കോർഡിനേറ്റർ V. സുരേഷ് കുമാർ, എങ്കക്കാട് ദേശം പ്രസിഡന്റ് TP കിരീശൻ, ജനറൽ സെക്രട്ടറി PR സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പരക്കാട് തങ്കപ്പന്മാരാരുടെ മക്കളായ മഹേശ്വരനും മഹേന്ദ്രനും പ്രമാണിത്വം വഹിച്ച പഞ്ചവാദ്യം അരങ്ങേറി. കിളിമംഗലം വാസുദേവ നമ്പൂതിരിപ്പാട് അനുസ്മരണം ഗ്രാമീണ വായനശാല ഹാളിൽ നടന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. പാഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് V. തങ്കമ്മ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ഞായത്ത് ബാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. വായനശാലയിൽ പുതിയതായി ആരംഭിച്ച വാസുദേവ നമ്പൂതിരിപ്പാട് റഫറൻസ് വിഭാഗത്തിന്റെ ഉദ്ഘാടനം ഫ്രഞ്ച് തിയേറ്റർ ഡയറക്ടർ അനറ്റ് ലിഡെ നിർവഹിച്ചു. വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം നടത്തിയ കലാ സാഹിത്യ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. നിർമ്മല രവികുമാർ, രാമദാസ് കാറാത്ത്, KV സതീശൻ, PK ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. കൈപ്പമംഗലം ബീച്ച് കമ്മ്യൂണിറ്റി സെന്റർ ലൈബ്രറി തൃശൂർ ജില്ലാ ചെസ് അസോസിയേഷനുമായി ചേർന്ന് സംഘടിപ്പിച്ച ജില്ലാതല റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ EU അഹാസ്, NP ഫ്രാൻസിസ് എന്നിവർ ജേതാക്കളായി. കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ 125 പേരാണ് പങ്കെടുത്തത്. സിനിമ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK സുകന്യ, ചെസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പീറ്റർ ജോസഫ്, സ്കൂൾ പ്രിൻസിപ്പൽ EG സജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. ബോഡി ലാംഗ്വേജിലൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. മെന്റലി ചെസ്സൊക്കെ ആവുമ്പോൾ മെന്റലി നമുക്ക് ലഭിക്കുന്നതാണ്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7100 രൂപ, പവന് 56,800 രൂപ.
വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3222 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പുത്തൂർ അരവിമംഗലം ഷഷ്ടിക്കിടെ പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷം. 3 പോലീസുകാർക്കും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 5 പേർക്കും പരിക്കേറ്റു. സംഘർഷവുമായി ബന്ധപ്പെട്ട് 13 പേർക്കെതിരെ ഉള്ളൂർ പോലീസ് കേസെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 41 വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിച്ചു. വോട്ടെടുപ്പ് ചൊവ്വാഴ്ച, വോട്ടെണ്ണൽ ബുധനാഴ്ച. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. ഗുരുവായൂർ ACPയോടും നഗരസഭാ സെക്രട്ടറിയോടും ഹാജരാകാൻ ലീഗൽ സർവീസ് അതോറിറ്റി നിർദ്ദേശം നൽകി. ആനയെഴുന്നള്ളിപ്പ്, വെടിക്കെട്ട് നിയന്ത്രണങ്ങൾക്കെതിരെ ജില്ലയിൽ ഉത്സവാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗങ്ങൾ നടന്നു. പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ഘോഷയാത്ര നടത്തി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.